സാരഥികളെ വിജയത്തിന്റെ സമ്മാനത്തിലേക്ക് കൈപിടിച്ചാനയിക്കണമേ എന്ന വിനയമത്സരം ഇലഞ്ഞി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനപക്ഷ യാത്ര നടത്തി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സിജുമോൻ പുല്ലമ്പറയിലിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ പിറവം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി.സി. ജോസ് ഉദ്ഘാടനം നിർവഹിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതങ്ങളെല്ലാം വെട്ടിക്കുറച്ചുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണ സംവിധാനത്തെ തകിടം മറിച്ചുകൊണ്ട് കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളിൽ നടപ്പിലാക്കുന്ന വികസന പദ്ധതികൾക്കെല്ലാം തുരങ്കം വെച്ചുകൊണ്ട് പിണറായി വിജയൻ്റെ അതുപോലെ തന്നെ പിണറായി വിജയൻ്റെ മകളുടെയും മരുമകൻ്റെയും എല്ലാം വ്യവസായ സംരംഭങ്ങൾക്ക് കോപ്പുകൂട്ടുവാൻ പദ്ധതികൾ വിഭാവനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഇടതുപക്ഷ ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇതുപോലുള്ള ജനപക്ഷ യാത്രകൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഈ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കഴിഞ്ഞ 9.5 വർഷക്കാലമായി സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സംസ്ഥാനത്ത് ഇവിടെ ജാഥ ക്യാപ്റ്റൻ സൂചിപ്പിച്ചതുപോലെ നിത്യോപയോഗ സാധനങ്ങളുടെ വില ക്രമാതീതമായി വർദ്ധിപ്പിച്ചുവെന്ന് മാത്രമല്ല, കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷികോൽപ്പന്നങ്ങൾക്ക് വിലസ്ഥിരതയില്ലാതെ ജനങ്ങൾ നെട്ടോട്ടമോടുന്ന ഒരു കാലഘട്ടം നമുക്കറിയാം. ഇവർ പ്രകടന പത്രികയിൽ കഴിഞ്ഞ 4.5 വർഷം മുമ്പ് പ്രകടന പത്രികയിൽ റബ്ബറിന് 250 രൂപ താങ്ങുവില പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്. നമുക്കറിയാം ഇന്ന് റബ്ബറിന്റെ വില എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം 10 വർഷം മുമ്പ് ഐക്യജനാധിപത്യങ്ങളുടെ നേതൃത്വത്തിൽ ശ്രീമാൻ ഉമ്മൻചാണ്ടി സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസ്ഥാനത്ത് റബ്ബറിന് 80 രൂപയായിരുന്നപ്പോൾ അതിന് 150 രൂപ തറവില പ്രഖ്യാപിച്ച ഒരു കാലഘട്ടമുണ്ടായിരുന്നു 10 വർഷം മുമ്പ് ഈ സംസ്ഥാനത്ത്. ഈ പ്രദേശത്തെ ഇലഞ്ഞി പഞ്ചായത്തിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ജനസദസ്സുകളിൽ എത്തിക്കുക, ജനങ്ങളിലേക്ക് എത്തിക്കുക, അതാണ് ഈ യാത്രയുടെ മെയിൻ ലക്ഷ്യം. നമുക്കറിയാം, ഇലഞ്ഞി പഞ്ചായത്ത് UDF ആണ് ഭരിക്കുന്നത്. നമ്മൾ ഭരിക്കുന്നതിനെതിരെ നിരന്തരമായി CPM-ന്റെ അണികളും അതുപോലെ തന്നെ അവരുടെ ഘടകകക്ഷികളും കൂടി വാട്സപ്പിൽ കൂടി നിലവിൽ എന്തോ ഒരു ആരോപണങ്ങളാണ് ഇലഞ്ഞിയിലെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇടുന്നത്. അവരാദ്യം ഒരു ആരോപണം ഇട്ടു, റീസർവേ നടപടികൾ ഇലഞ്ഞി പഞ്ചായത്തിൽ മാത്രം നടത്തിയില്ല, പാറമടക്കാനെ സഹായിക്കാൻ വേണ്ടി ഗ്രാമപഞ്ചായത്ത് ഇടപെട്ടുകൊണ്ടാണെന്ന് പറഞ്ഞു ഒരു ആരോപണം ഇട്ടിച്ചു. ഞാനപ്പം നമ്മുടെ ഒരു മെമ്പറെ വിളിച്ചു. അങ്ങനത്തെ കാര്യം അപ്പം തന്നെ തീരുമാനമെടുത്ത് അത് നമ്മൾ കളക്ടർക്കും മുഖ്യമന്ത്രിക്കും ബന്ധപ്പെട്ട റവന്യൂ അധികാരിക്കും കൊടുത്തു. ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവരെ സംരക്ഷിക്കുന്ന ഇവരുടെ ആരോപണമാണെങ്കിൽ ഈ ആരോപണത്തിന് പിന്നിൽ ഇവരുടെ വകുപ്പ്, റവന്യൂ വകുപ്പ് ഭരിക്കുന്ന CPI ആണല്ലോ അതിന് ഉത്തരവാദി. അതിനെങ്ങനെ നമ്മൾ കോൺഗ്രസ് UDF ഭരിക്കുന്ന കോൺഗ്രസ് ഉത്തരവാദിയാവും എന്ന് പറയുമ്പോൾ തന്നെയാണ് ജലജീവൻ മിഷന്റെ ടാങ്ക് വന്നു. ഈ ടാങ്ക് വന്നപ്പം ഇതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിനെതിരെ ആരോപണം ഉന്നയിച്ചു. ഗ്രാമപഞ്ചായത്തിന്റെ ആൾക്കാർ ബന്ധപ്പെട്ടാണ് ഈ ടാങ്ക് മുകളിൽ ഇരുന്ന ടാങ്ക് താഴേക്ക് മാറ്റിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ കയ്യിൽ റോഷ്യ കൃഷ്ണനുള്ള അവരുടെ മന്ത്രി, എന്തുകൊണ്ട് അവർ ആ ടാങ്ക് ബന്ധപ്പെട്ട അവരുടെ ഉദ്യോഗസ്ഥരിയ്ക്കുന്നു, അവരുടെ വകുപ്പിരിക്കുന്നു, ടാങ്ക് എന്തുകൊണ്ട് അവർ ക്ലിയർ ആയിട്ട് മുകളിൽ തന്നെ സ്ഥാപിച്ചില്ല? അപ്പൊ അതിൽ അന്വേഷണം വേണം, വിജിലൻസ് അന്വേഷണം. ഇതാരാണ് കളവ് നടത്തിയത് ഇടതുപക്ഷമാണ്. എന്നിട്ട് അവർ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ പ്രചരിപ്പിക്കുന്നു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും ഗ്രാമപഞ്ചായത്തുമാണ് ഇതിനെ കുറ്റക്കാരെന്ന്. അതുപോലെ തന്നെ നമ്മുടെ ഇവർ എല്ലായിടത്തും വെക്കുന്നുണ്ട് ഫ്ലെക്സുകൾ വെച്ചിട്ട് എന്താ പറയണേ, ഗ്രാമപഞ്ചായത്ത് പുറകിൽ പോയി എന്താ കാര്യം? പദ്ധതി വിഹിതം ചെലവാക്കാൻ കഴിയും. ചെലവാക്കാത്തതിന്റെ കാരണമെന്താ? ഈ ഗ്രാമപഞ്ചായത്തിലെ ഇടതുപക്ഷ മെമ്പർമാർ അവരുടെ വാർഡുകളിലെ പണി യഥാസമയം ചെയ്തില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഇരിക്കുന്ന ഇടതുപക്ഷ സഹയാത്രികയാണ്. അവർ ഈ വർക്കുകൾ യഥാസമയം ചെയ്യിക്കുന്നുമില്ല, വേണ്ട സഹകരണം തരുന്നുമില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതികൾ ലാപ്സാവും. ഇതിന്റെ ഉത്തരവാദിത്വം അവർ ആരോപിക്കുന്ന എന്താ? UDF ഭരണത്തിന്റെ കുഴപ്പമാണ്. നമ്മുടെ മെമ്പർമാരുടെ മേലും നമ്മുടെ ഭരണസമിതിയുടെ മേലും ആരോപണം ഉന്നയിക്കുന്നു. ഇതിന്റെ യഥാർത്ഥ കരുത് അവരുടെ വാർഡുകളിലെ വർക്കുകൾ യഥാസമയം നടത്താത്തത് കൊണ്ടാണ് ഫണ്ട് ലാപ്സായത്. അപ്പൊ ഫണ്ട് ലാപ്സായതിന്റെ ഉത്തരവാദിത്വം ഈ ഇടതുപക്ഷ മെമ്പർമാർക്കാണ്, അല്ലാണ്ട് ഇവിടുത്തെ ഭരണസമിതിക്കല്ല. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജാഥ ക്യാപ്റ്റന് പതാക കൈമാറി. കൂത്താട്ടുകുളം മുൻ മുനിസിപ്പൽ ചെയർമാൻ പ്രിൻസ് പോൾ ജോൺ, പിറവം ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് KG ഷിബു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ബ്ലോക്ക് സെക്രട്ടറി വിജി കുരിക്കാട്ടുവറ, TG കുട്ടപ്പൻ, മാത്യു മുട്ടം, ഷെറി പോൾ, ചാക്കപ്പൻ, ഷെർലി ജോയ്, ജിനി ജിജോയ്, നെൽസൺ പുതുമന, ബിനോഷ് കുര്യാക്കോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി.